സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണത്തിൽ വലിയൊരു മാറ്റത്തിനാണ് സർക്കാർ ഒരുങ്ങുന്നത്. ഇനി ക്ഷേമ പെൻഷൻ വീട്ടിലെത്തുന്ന കാലം അവസാനിക്കുകയാണോ? അതേ എന്നാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന പുതിയ തീരുമാനം സൂചിപ്പിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുമായി ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രതിമാസം 2000 രൂപയാണ് ലഭിക്കുന്നത്. ഇതിൽ വലിയൊരു വിഭാഗം ആളുകൾക്ക് തുക ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ലഭിക്കുന്നത്. എന്നാൽ ഏകദേശം 23.14 ലക്ഷം പേരാണ് ഇപ്പോഴും സഹകരണ സംഘങ്ങൾ വഴി പെൻഷൻ വീട്ടിൽ നേരിട്ട് കൈപ്പറ്റുന്നത്. ഇവർക്കാണ് പുതിയ മാറ്റം ഏറ്റവും പ്രധാനമായി ബാധിക്കുക. പുതിയ സംവിധാനം അനുസരിച്ച് ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് പെൻഷൻ എത്തിക്കുന്ന DBT സംവിധാനം കൂടുതൽ വ്യാപകമാക്കാനാണ് സർക്കാർ തീരുമാനം. അതായത് സഹകരണ സംഘത്തിലെ ജീവനക്കാരൻ വീട്ടിലെത്തി 2000 രൂപ കൈമാറുന്ന രീതിക്ക് പകരം സർക്കാർ അനുവദിക്കുന്ന പെൻഷൻ തുക നേരിട്ട് ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും. എന്നാൽ ഒരു പ്രധാന കാര്യം ഇവിടെയുണ്ട്. ഇപ്പോൾ തന്നെ പെൻഷൻ മുടങ്ങുമെന്ന് കരുതേണ്ടതില്ല. സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തതിൻ്റെ പേരിൽ ഉടൻ ആരുടെയും പെൻഷൻ നിർത്തില്ലെന്നാണ്. ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കാനും അത് പെൻഷൻ പോർട്ടലുമായി ബന്ധിപ്പിക്കാനും ആവശ്യമായ സമയം ഗുണഭോക്താക്കൾക്ക് നൽകും. ഇതിനകം ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് പുതിയ അക്കൗണ്ട് തുടങ്ങേണ്ട ആവശ്യമില്ല. നിലവിലുള്ള അക്കൗണ്ട് തന്നെ പെൻഷൻ ലഭിക്കുന്നതിനായി ഉപയോഗിക്കാം. അതേസമയം ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർ പുതിയ അക്കൗണ്ട് തുറന്ന് ആവശ്യമായ വിവരങ്ങൾ പെൻഷൻ സംവിധാനവുമായി ബന്ധിപ്പിക്കേണ്ടി വരും. ഇവിടെ മറ്റൊരു പ്രധാന ഇളവ് കൂടിയുണ്ട്. പൂർണ്ണമായും കിടപ്പ് രോഗികളായവർക്ക് ബാങ്കിലെത്താൻ കഴിയാത്ത ചില ഭിന്നശേഷിക്കാർക്ക് ഇങ്ങനെയുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരം ആളുകളെ സംബന്ധിച്ച വിവരങ്ങൾ പ്രത്യേകം ശേഖരിച്ച് അവർക്ക് വീടുകളിൽ തന്നെ പെൻഷൻ ലഭിക്കുന്നതിനുള്ള സംവിധാനം തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് സർക്കാർ പെട്ടെന്ന് ഈ മാറ്റത്തിലേക്ക് പോകുന്നത്? സർക്കാരിൻ്റെ വിശദീകരണം പ്രധാനമായും 3 കാര്യങ്ങളിലാണ്. ഒന്നാമത്, പെൻഷൻ വിതരണം കൂടുതൽ നേരിട്ടും സുതാര്യവുമാക്കുക. രണ്ടാമത്, സഹകരണ സംഘങ്ങൾ വഴി വീടുകളിലെത്തി വിതരണം ചെയ്യുമ്പോഴുണ്ടാകുന്ന അധിക ചെലവും ഭരണപരമായ ബുദ്ധിമുട്ടുകളും കുറയ്ക്കുക. മൂന്നാമത്, കേന്ദ്ര സർക്കാരിൻ്റെ DBT മാനദണ്ഡങ്ങൾ പാലിക്കുക. സർക്കാരിൻ്റെ വിശദീകരണം അനുസരിച്ച് നിലവിലുള്ള സംവിധാനത്തിൽ വിതരണം ചെയ്യാതെ ശേഷിക്കുന്ന തുക തിരിച്ചടയ്ക്കുന്നതിലെ കാലതാമസം, പെൻഷൻ ഡേറ്റയിലെ പൊരുത്തക്കേടുകൾ, അർഹതയില്ലാത്തവർക്ക് ലഭിക്കുന്ന സാധ്യത, ഒരേ വ്യക്തിക്ക് ഒന്നിലധികം തവണ പെൻഷൻ ലഭിക്കുന്ന സാഹചര്യം തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഈ DBT സംവിധാനം സഹായിക്കും. കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. DBT സംബന്ധിച്ച് കേന്ദ്ര മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്തതിലൂടെ ലഭിക്കേണ്ട സാമ്പത്തിക സഹായം നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടതുണ്ടെന്നും സർക്കാർ പറയുന്നു. എന്നാൽ ഈ തീരുമാനത്തിനെതിരെ വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വയോധികരും രോഗികളും ഉൾപ്പെടുന്ന വലിയ ഒരു വിഭാഗത്തിന് ബാങ്കിൽ പോയി പണം പിൻവലിക്കുന്നത് എളുപ്പമാകില്ലെന്നാണ് വിമർശനം. കാരണം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരോ ATM ഉപയോഗിക്കാൻ കഴിയുന്നവരോ അല്ല. വീട്ടിലെത്തുന്ന 2000 രൂപ പല കുടുംബങ്ങൾക്കും വെറും ഒരു സർക്കാർ ആനുകൂല്യമല്ല, മരുന്നിനും ഭക്ഷണത്തിനും ദൈനംദിന ആവശ്യങ്ങൾക്കുമുള്ള പ്രധാന വരുമാനമാണ്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സംവിധാനത്തിലേക്കുള്ള മാറ്റം സുതാര്യതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുമ്പോഴും ഏറ്റവും ദുർബലരായ ഗുണഭോക്താക്കൾക്ക് അത് ബുദ്ധിമുട്ടാകാതിരിക്കാൻ സർക്കാർ പ്രത്യേകം സംവിധാനം ഒരുക്കേണ്ടതുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണത്തിൽ ഈ മാറ്റം ഉടൻ പ്രാബല്യത്തിൽ വരില്ല. ഓണത്തിന് മുന്നോടിയായി വിതരണം ചെയ്യുന്ന ഈ മാസത്തെ പെൻഷൻ നിലവിലുള്ള രീതിയിൽ തന്നെ നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പുതിയ DBT സംവിധാനത്തിലേക്ക് മാറുന്നതിനുള്ള സാങ്കേതിക നടപടികളും അക്കൗണ്ട് വിവരങ്ങളുടെ മാപ്പിങ്ങും പൂർത്തിയായതിനു ശേഷമായിരിക്കും പുതിയ സംവിധാനം പൂർണ്ണമായും നടപ്പിലാക്കുക. അതിനാൽ വീട്ടിലെത്തിയാണ് ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നതെങ്കിൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. പക്ഷേ ഒരു കാര്യം ഇപ്പോൾ തന്നെ പരിശോധിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ പേരിൽ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ ശരിയാണോ എന്നും അക്കൗണ്ട് സജീവമാണോ എന്നും പരിശോധിക്കുക. ഇല്ലെങ്കിൽ പുതിയ ബാങ്ക് അക്കൗണ്ട് തുറന്ന് പെൻഷൻ സംവിധാനവുമായി ബന്ധിപ്പിക്കുന്ന നടപടികൾ പിന്നീട് പൂർത്തിയാക്കേണ്ടി വരും. അവസാനമായി പറയാനുള്ളത് ഇതാണ്. 2000 ക്ഷേമ പെൻഷൻ തുടരും. പക്ഷേ അത് കയ്യിലെത്തുന്ന രീതിയാണ് മാറുന്നത്. വീടിൻ്റെ വാതിക്കൽ സഹകരണ സംഘത്തിലെ ജീവനക്കാർ എത്തുന്ന സാധാരണ സംവിധാനത്തിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം എത്തുന്ന സംവിധാനത്തിലേക്കാണ് നമ്മുടെ കേരളം മാറുന്നത്. ഏകദേശം 23.14 ലക്ഷം ഗുണഭോക്താക്കളെയാണ് ഈ മാറ്റം നേരിട്ട് ബാധിക്കുക. അതുകൊണ്ട് ഈ പെൻഷൻ നിർത്താനുള്ള ഉത്തരവല്ല, പെൻഷൻ വിതരണം ചെയ്യുന്ന രീതിയിലെ മാറ്റമാണ് മാറുന്നത്. എന്നാൽ ആ മാറ്റം യഥാർത്ഥത്തിൽ ഗുണഭോക്താക്കൾക്ക് ആശ്വാസമാകുമോ അതോ ബാങ്കിലേക്കുള്ള മറ്റൊരു ഓട്ടമായി മാറുമോ എന്നത് പുതിയ സംവിധാനം എങ്ങനെ നടപ്പിലാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. നിങ്ങൾ ഇതിനെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.